ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി? മുട്ടിന് പെയിനൊക്കെ മാറിയോ? ആ മോളെ, വേദന നല്ല കുറവുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വേദന അങ്ങ് മാറുമെന്ന് വിചാരിച്ചില്ല. നല്ല ഡോക്ടറാട്ടോ അത്. ഞാൻ ഇവിടെ നടന്നിട്ട് ഏതൊക്കെ ഡോക്ടർമാരെ കാണിച്ചതാ. ഇനി കാണിക്കാൻ ഈ നാട്ടിലെങ്ങും ഒരു ഡോക്ടർമാരും ബാക്കിയില്ല. ആദ്യം പോയ ഡോക്ടറെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ ചെയ്യണം, എന്ത് ചികിത്സയെ ചെയ്യേണ്ടത്. അവസാനം അവിടുന്ന് മാറി വേറെ ഡോക്ടർമാരെ കാണിച്ചു. അങ്ങനെ കാണിച്ച് കാണിച്ച് എന്റെ മോളെ ഇനി കാണിക്കാൻ ഒരു ഡോക്ടർമാരും ബാക്കിയില്ല. നീ ഏതായാലും കൊണ്ടുപോയ ഡോക്ടർ കൊള്ളാം. രാജേന്ദ്രൻ എന്നല്ലേ ഡോക്ടറുടെ പേര്? നല്ല ഡോക്ടർ മോളെ. കൊള്ളാം. ആന്റിക്ക് മുട്ടിന് വേദന ഉണ്ടെങ്കിൽ ആന്റി പറയണ്ടേ ഞങ്ങളോട്? ഞാനും കിരണും എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരുന്നതല്ലേ. അപ്പൊ ഞങ്ങള് കാണുന്ന ആന്റി പയറ് പോലെ ഓടി നടക്കുന്നു. ഇതെങ്ങനെയാ പെയിൻ കില്ലർ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുവാന്ന് ഞങ്ങളുണ്ടോ അറിയുന്നു. ഇങ്ങനെ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി ഡാമേജ് ആയി പോകും, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അത് പിന്നെ നല്ല വേദന വരുമ്പോ ഞാൻ ഇങ്ങനെ പെയിൻ കില്ലർ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കും. ഇതിപ്പോ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ലെന്നേ. ഇതങ്ങ് മാറിക്കോളും പയ്യെ പയ്യെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ കൂടുതലാവുമെന്ന് ഓർത്തുമില്ല. ആ, ഇങ്ങനെ ഈ അസുഖം വരുമ്പം അത് കാര്യമായിട്ട് എടുക്കാത്തതാണ് ഈ കുഴപ്പത്തിന് കാരണം. അവസാനം സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഗതികേട് വരൂലേ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കാം. വലിയ ടേസ്റ്റ് ഒന്നും കാണിയല്ല. ആന്റി ഭയങ്കര കുക്കായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉണ്ടാക്കാം. ഓ, ഞാൻ ഉണ്ടാക്കിക്കോളാം. മോൾ ഉണ്ടാക്കാൻ നിൽക്കുമൊന്നും വേണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറഞ്ഞു. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല. വേണ്ട വേണ്ട, ആന്റി എന്തായാലും കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്ക്. ഇപ്പൊ മരുന്ന് കഴിക്കുന്നതല്ലേ. ഇനിയിപ്പൊ എങ്ങാനും എന്റെ ഫുഡ് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. എന്തായാലും ആന്റി ഇപ്പൊ ഏക്കണ്ട അവിടുന്ന്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഉം. ഓ, ഞാനൊന്നും പോകുന്നില്ല കല്യാണത്തിന്. പിന്നെ എനിക്ക് ആ വിളിയും ഒന്നും എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ പോകുന്നുണ്ടോ? ആ, കല്യാണത്തിന് എന്തായാലും പോണം. അവരത്രയും കാര്യമായിട്ട് വിളിച്ചതല്ലേ. തലേ ദിവസവും പിറ്റേ ദിവസവും 2 ദിവസം പോകാന്നോർത്തിട്ടാ. ഓ. ഓ, ശരി ശരി. ആന്റി, അമ്മയാ വിളിച്ചത്. നാളെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആണോ? ആ, നന്നായി. അമ്മ വരുമ്പത്തേക്ക് നമുക്ക് ഇച്ചിരി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ചെമ്മീൻ ബിരിയാണി ദിവ്യമോക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ വലിയ ഇഷ്ടമാ. ഞാൻ ഉണ്ടാക്കുന്ന എന്തും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ കൊടുത്തു വിടും. പ്രത്യേകിച്ച് ആന്റിയുടെ പ്രോൺസ് ബിരിയാണിയുടെ ഫാനാ എന്റെ അച്ഛനും അമ്മയും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ബിന്ദു ചേച്ചി ഒരു ദിവസം കഴിച്ചു നോക്കണം. ദിവ്യ അമ്മായിയമ്മേനെ ആന്റി എന്നാണോ വിളിക്കുന്നത്? ആ, അതെ. ഭർത്താവിന്റെ അമ്മേനെ അമ്മേന്നല്ലേ വിളിക്കേണ്ടത്? ഏ, അതിനിപ്പോ എന്താ ബിന്ദു? ആ, ജയക്ക് ഒരു കുഴപ്പവുമില്ല. അതാ ഇങ്ങനെ വിളിക്കുന്നത്. കൊള്ളാം. ആരെങ്കിലും വിളിക്കുന്ന വിളിയാണോ ഇത്? ഈ പരിഷ്കാരം പിടിച്ചൊരു വിളി. മോളെ, ഭർത്താവിന്റെ അമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മേനെ പോലെയാണ്. ഭർത്താവ് എന്ത് വിളിക്കുന്നോ അത് വേണം മോളും വിളിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും മോളുടെ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? അല്ല, മോള് കാണുന്നതല്ലേ. തൽക്കാലം ഞാൻ കിരണിന്റെ അമ്മേനെ ആന്റിന്ന് വിളിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏ ഞാൻ എന്നെ പ്രസവിച്ച അമ്മേനെ മാത്രമേ അമ്മേന്ന് വിളിക്കുള്ളൂ. അതാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് നിങ്ങളുടെ വർത്താനം കേട്ടിട്ട് തിരുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ വഴി കൂടെ പോകുന്ന എല്ലാരെയും ഒന്നും അമ്മേന്ന് വിളിക്കില്ല. പ്രസവിച്ച അമ്മേനെ അങ്ങനെ വിളിക്കേണ്ട കാര്യമുള്ളൂ. എന്റെ ജയേ, നിന്റെ മരുമോളുടെ വർത്താനം കേട്ടോ. ഏ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചൊരു സാധനമാണല്ലോ നിന്റെ മരുമോള്. എന്തൊരു സംസാരമാ സംസാരിക്കുന്നത്. എന്റെ പൊന്നു ബിന്ദു, അവൾ ആന്റിന്ന് വിളിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ മോനാ പിന്നെ ദിവ്യമോളുടെ അമ്മേനെ ആന്റിന്നാ വിളിക്കുന്നത്. ഞങ്ങക്ക് 2 വീട്ടുകാർക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ 2 മക്കളും ഓടിയെത്തും. അതും പോരെ. ഓ, ആയിക്കോട്ടെ. ഈ ആന്റിന്ന് വിളിക്കുന്നതൊക്കെ നിങ്ങളുടെ പരിഷ്കാരം. ഏ ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണേ. ഈ പരിഷ്കാരം പിടിച്ചതൊന്നും എനിക്ക് പിടിക്കത്തില്ല. സമ്മതിച്ചു. നിങ്ങൾ പരിഷ്കാര വിളിച്ചോ. പക്ഷെ അവള് പറഞ്ഞ ആ വർത്താനം കേട്ടോ, വഴിയിൽ കൂടെ പോകുന്നവരെ ഒന്നും. അവള് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവളുടെ ഭർത്താവ് വഴിയിൽ കൂടെ പോകുന്നവനായിട്ട് അവളുടെ ഭർത്താവിനെ കണ്ടിട്ടുള്ളൂ. ഏ ആ കണത്തിലെ അവൾ അമ്മായിയമ്മേനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്റെ പൊന്നു ചെയ്യേ, നീ ഒരു ശുദ്ധ മനസ്കൃതിക്കാരിയെ. നിനക്ക് ഇതൊന്നും മനസ്സിലായി തരാം. ഇതേ ബിന്ദു ചേച്ചി, നിങ്ങൾ വെറുതെ രാവിലെ വന്നിട്ട് ചൊറിയാൻ നിൽക്കണ്ട. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആന്റിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ചൊറിഞ്ഞു കയറിയപ്പോ ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. അല്ലാണ്ട് ആന്റി വഴി കിടക്കുന്ന ആളാണ് എനിക്ക് നല്ല ഉദ്ദേശിച്ചത്. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും. ഓ, എവിടെയാ എന്താ കിട്ടണ്ടേ നോക്കി നടക്കുമല്ലേ ഓരോരുത്തര്. എന്താണ് ഒരാളുടെ വായിന്ന് അറിയാണ്ടൊന്ന് വീണ് പോകുന്നത്, അതേ പിടിച്ചങ്ങ് കേറാൻ നോക്കും. എന്നാലും എന്റെ പൊന്നു ചെയ്യേ, തങ്കം പോലത്തെ നിന്റെ മകന് കിട്ടിയത് ഇതുപോലത്തെ ഒരു അഹങ്കാരി പെണ്ണിനെയാണല്ലോ. ഓ, എന്റെ ദൈവമേ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതെന്നൊക്കെ ഞാൻ കേട്ടതേ ഉള്ളൂ. ഇപ്പൊ കണ്ടു നിന്റെ മരുമോളെ. നിന്റെ ചെറുക്കൻ എന്തോരം നല്ല ചെറുക്കനാടി. അവന്റെ ആ ഒരു വിനയവും സംസാരവും മുതിർന്നവരോടുള്ള ആ ഒരു ബഹുമാനവും, ആ നമ്മളെയൊക്കെ കണ്ടാൽ ആ ഒരു ചേച്ചി എന്നുള്ള ആ ചെറുക്കന്റെ ഒരു വിളി അവന്റെ മുഖത്തുണ്ട്. നല്ല വിനയവും ഒക്കെ ഉള്ള ഒരു ചെറുക്കനാണ്. ഇതിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് അഹങ്കാരിയാന്നുള്ളത്.
നീ ഒന്ന് പോയേ എന്റെ ബിന്ദു. നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ ഇന്നത്തെ വിഷയം? ഇതേ കിട്ടിയുള്ളോ? നീ ചെല്ലാൻ നോക്ക്. ഓഹോ, ഞാൻ പോയേക്കോ. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും ഞാനില്ലേ. ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ. അയ്യോ, ഞാൻ പോവാ. അമ്മ, ഞാൻ പോയിട്ട് വേഗം വരാട്ടോ. ആ ആ ആന്റി, പോട്ടെ. ആ, പോയിട്ട് വാ മോളെ. മുട്ടുവേദനയൊക്കെ നന്നായിട്ട് മാറിയോ? ആ, മുട്ടിന് വേദന മാറി. ഞാൻ പിള്ളേരോട് പറയാതെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടന്നു. അവസാനം ദിവ്യമോള് കണ്ടുപിടിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയി. നല്ല കുറവുണ്ട്. എന്റെ പൊന്നു ജയ, എനിക്കിതുപോലെ ഉപ്പൂറ്റിക്ക് വേദന വന്നിട്ട് ഞാൻ അതും വെച്ച് ഇങ്ങനെ നടന്നു. അവസാനം വേദന സഹിക്കാൻ വയ്യാണ്ട് നടക്കാൻ പറ്റാണ്ടായപ്പോഴാണ് പിള്ളേർ അറിഞ്ഞത്. പിന്നെ ദിവ്യയും കിരണും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ മരുന്ന് ഏകദേശം രണ്ടര ആഴ്ച കഴിച്ചു. വേദന പോയി. അയ്യോ, അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എന്റെ നടപ്പ് മുട്ടിപ്പോയേനെ. ആ, ദിവ്യമോൾ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് അച്ഛനും കൂടി വരുമായിരിക്കുന്നു. രണ്ടുപേരും കൂടെ വരുന്ന ഞാൻ ഓർത്തെ. ആ, അച്ഛൻ വരാൻ വേണ്ടിട്ട് ഇരുന്ന നോക്കുമ്പോ പറമ്പിൽ പണിക്കാരുണ്ട്. അപ്പൊ അവരിന്ന് വന്നത് കൊണ്ടിട്ട് വരാൻ പറ്റിയില്ല. ഇപ്പൊ എത്രയാ പണിക്കാർക്ക് കൂലിയൊക്കെ കൊടുക്കേണ്ടത്? വൈകുന്നേരം വരെ പണിയെടുത്താല് പറമ്പില് കൂലി ഇപ്പൊ എത്രയാ മേടിക്കുന്നതെന്ന് അറിയത്തില്ല. ദിവ്യല്ലേ കൂലിയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാനതൊന്നും ചോദിക്കാറില്ല. ഒരു കണക്കിന് നമ്മളെ ഭാഗ്യമുള്ള മാതാപിതാക്കളാ. എത്ര കാര്യമായിട്ടാ പിള്ളേര് നോക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്തു തരും. ഒന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതുപോലെ മകളെ വളർത്തിയത് കൊണ്ടാ ഈ പ്രായത്തിലുള്ള പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ എന്ത് പക്വതയാ അവക്ക്. അവളുടെ കൂടെ കൂടിക്കൂടിയിട്ടാ എനിക്ക് തോന്നുന്നത് കിരണും നല്ല ഒരു പക്വത വന്നത്. അതിനു മുമ്പ് അവൻ ഇങ്ങനെ കുട്ടികളെയും കളിച്ച് നടക്കും. അത് നേരാ. എനിക്കിപ്പോ രണ്ട് പെൺപിള്ളാരല്ലേ. ഓ, ദിവ്യ ഇളയത്. ഇവളും കൂടി പെങ്കൊച്ചാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു എല്ലാവരുടെയും കളിയാക്കല്. പ്രത്യേകിച്ച് നാത്തൂമാരും അമ്മായിയമ്മയും ഒന്നും പറയണ്ട. ആ, ആണിനെ പെറാത്തവര് അമ്മമാരല്ലാന്നുള്ള രീതിയിലാ, ശാപം പിടിച്ചവരാന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ സംസാരം. ഒരു കല്യാണത്തിന് പോയാലും എവിടെ പോയാലും ഈ ചോദ്യമാണ്, അയ്യോ രണ്ട് പെൺപിള്ളേരാന്നും പറഞ്ഞിട്ട്. ഓ, ഞാനതൊന്നും അങ്ങനെ മൈൻഡാക്കാറൊന്നുമില്ല. ഇപ്പൊ ഈ ചോദിച്ചവരുടെ ആമക്കളൊക്കെ ഏതായാലും പിന്നെ മയക്കുമരുന്നും ഉപയോഗിച്ച് അടിയും പിടിയും കൂടി കുടുംബവും നോക്കുവേല, പഠിക്കാൻ പോയിടുന്ന് സപ്ലിയും മേടിച്ചു കൂട്ടി ഇങ്ങനെ നടക്കുന്നു. ഏതായാലും എന്റെ മക്കള് രണ്ടുപേരും ഏതായാലും അവരവരുടെ ജോലിയും ചെയ്ത് ഞങ്ങളെ വീട്ടിലിരുത്തി. ഞങ്ങളെ കൊണ്ട് ഒരു പണി, അച്ഛനെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കുക. അച്ഛനെയും വീട്ടിലിരുത്തി അച്ഛനെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്, കുടുംബവും നോക്കുന്നുണ്ട്. ഇവർക്കും വേണമെങ്കിൽ നാത്തൂമാർക്ക് എന്റെ നാത്തൂമാർക്ക് അവർക്കും വേണമെങ്കിൽ വല്ലതും കൊടുക്കും. അതുകൊണ്ട് എനിക്ക് പെമ്മക്കളാന്നുള്ളതിന് അഭിമാനമേ ഉള്ളൂ. ആ, ഇവിടുത്തെ കാര്യങ്ങൾ മോളിപ്പോ ഭർത്താവിന്റെ വീടാന്ന് ഇന്ന് വരെ അവള് ആ ഒരു കണ്ണും കൊണ്ട് കണ്ടിട്ടില്ല. സ്വന്തം വീട് പോലെ ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും അവള് ഓടിയെത്തുമല്ലോ. അത് മതി. ആ, ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ മോളായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ, ഒന്നും ഒത്തില്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ തരക്കേടില്ല, കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു. ആ, ഓ, ജയയുടെ ഭക്ഷണത്തിന്റെ കാര്യം പറയാനേ നമുക്ക് നേരമുള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? ആന്റി ഉണ്ടാക്കുന്ന കാണണമെന്ന് പറയും എന്നോട്. ദിവ്യയുടെ അമ്മ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ആ ആ എന്നിട്ട് ദിവ്യ എന്തി? ദിവ്യ ഒന്ന് പുറത്തു പോയിരിക്കുവോ? ഓ ഓ ആ, കേട്ടോ ദിവ്യയുടെ അമ്മേ? ഞാൻ ദിവ്യയുടെ അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. എനിക്കും ഉണ്ട് ഒരു മരുമോള്. അവൾ എന്നെ വിളിക്കുന്നത് അമ്മേന്നാ. കാരണം എന്റെ മകനും അങ്ങനെയാ വിളിക്കുന്നത്. ദിവ്യയുടെ ആന്റി വിളി കേക്കണം. നമുക്കങ്ങ് ദേഷ്യം വരും. ഈ നാട്ടിലാരും അമ്മായിയമ്മേനെ ആന്റിന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലേ. ഇനിയിപ്പൊ അങ്ങനെയായിരിക്കും പരിഷ്കാരം പിടിച്ചവരൊക്കെ വിളിക്കുന്നത്. എന്നാലും ആ വിളി കേൾക്കുമ്പോഴാ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോ പെമ്മക്കളോട് പറയണം, പിന്നെ അതാണ് നിങ്ങളുടെ വീടെന്ന്. ഇനിയിപ്പോ സ്വന്തം അമ്മേനെ ആന്റിന്ന് വിളിച്ചാലും അമ്മായിയമ്മേനെ അമ്മേന്ന് വിളിച്ചോണം. ഏ, കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ അതല്ലേ പെമ്മക്കളെ അമ്മ എന്ന് പറയുന്നത്. ഓ, ഇതിന്റെ ആന്റി വിളി കേട്ട് കഴിഞ്ഞാല് ഹാ, ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? അമ്മമാര് വേണം കല്യാണത്തിന് മുമ്പ് പെമ്മക്കളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്. ഞാൻ ദിവ്യയുടെ അമ്മേനെ പറയത്തുള്ളൂ. ആ കൊച്ചിന് യാതൊരുവിധ ബഹുമാനവും ഇവരോടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ജയപാവം ആയതുകൊണ്ട്. ജയയുടെ അടുത്ത് ഇതൊക്കെ നടക്കും. എന്റെ പൊന്നു ബിന്ദു, നീ ഇത് ഇന്നലെ വിട്ടില്ലേ? ഇതുമേ തൂങ്ങി ഇങ്ങനെ നടക്കുവാണോ? ഞാനോർത്ത് ഇന്നലെ അത് പറഞ്ഞ അവിടെ തീർന്നെന്നാ വിചാരിച്ചത്. എന്റെ പൊന്നു ബിന്ദു, നീ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവര് ചെയ്യണമെന്ന് നീ വാശി പിടിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നത്? എന്ത് വിളിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ. ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയൂ എന്റെ ജയേ. ബിന്ദുവിന്റെ മരുമോള് ബിന്ദുവിനെ അമ്മേന്ന് മാത്രമേ വിളിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ആ, എന്നെ എന്റെ മരുമോൾ ആന്റിന്നെങ്ങാനും വിളിച്ച അവള് വിവരം അറിയാം. അവളെ ഒന്നേ വിളിക്കത്തുള്ളൂ. പിന്നെ വിളിക്കുകയല്ല. ആ, മരുമോളുണ്ടോ വീട്ടില്? ഓ, എന്റെ കുഞ്ഞു ദിവ്യയുടെ അമ്മ, അവളുടെ കാര്യം ഒന്നും പറയാതിരിക്കുവോ വേദം.
കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുന്നതിന് മുമ്പ് അവൾ എന്റെ ചെറുക്കനെ വിളിച്ചോണ്ട് വേറെ പോയി വാടക വീട്ടിലേക്ക്. പിന്നെ എന്റെ ചെറുക്കനെ കൊണ്ട് എന്നെ ഒന്ന് ഫോണ് പോലും വിളിപ്പിക്കത്തില്ല. അവൻ ഭാര്യനെ പേടിച്ച് അവനൊരു പെൺകോന്തനായി പോയെന്നേ. എന്നെ വിളിക്കത്തുമില്ല, പറയത്തുമില്ല. വരും വല്ല ഓണത്തിനോ വിഷുവിനോ, എന്നാലും അവള് കിടക്കത്തൊന്നുമില്ല. വന്നപ്പ തന്നെ പോവും. ആ പിള്ളേരെ ഒന്ന് എന്നെ കൊണ്ടേ ഒന്ന് കാണിക്കണല്ലോ. ഒരു മുഷ്ക് പിടിച്ച ഒരു സാധനം. അത്രയും പറഞ്ഞാ മതിയല്ലോ. അവളുടെ അമ്മയും അങ്ങനെ തന്നെയാ. ആ സ്വഭാവം കിട്ടിയേക്കുന്നത്. എന്റെ മോന്റെ യോഗം, അത് പറഞ്ഞാ മതിയല്ലോ. അപ്പൊ ഈ അമ്മേന്നുള്ള വിളി മാത്രമേ ഉള്ളൂ അല്ലേ? എന്തെങ്കിലും ഒരു അസുഖമോ വയ്യാഴികയോ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോ വരുമായിരിക്കും അല്ലേ വീട്ടിലേക്ക്? ഞാൻ ചത്തം പറഞ്ഞാലൊന്ന് വന്നാ ഭാഗ്യം. കേട്ടോ ദിവ്യയുടെ അമ്മ? 6 മാസം മുമ്പ് എനിക്കൊരു ഓപ്പറേഷൻ നടന്നു. കാലിന് ആശുപത്രി കിടന്നു 5-6 ദിവസം. എന്റെ മകൻ ഒന്ന് വന്നു ഓപ്പറേഷന്റെ അന്ന് അവിടെ നിൽക്കാൻ അവള് സമ്മതിച്ചില്ല അവനെ. അപ്പൊ തന്നെ തിരിച്ചു വിളിച്ചു. പിന്നെ എന്റെ ഏറ്റുപോകണം മുട്ടിയ വയ്യാത്ത ചേച്ചിയാ വന്നിട്ട് ആശുപത്രിയിൽ എനിക്ക് കൂട്ടുനിന്നത്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴെങ്കിലും അവളൊന്ന് വന്ന് കാണണല്ലോ. എന്റെ മകനെ പോലും അവള് വിട്ടില്ലെന്നുള്ളതാ. 2-2.5 മാസത്തോളം ഞാൻ ഒരേ കിടപ്പ് കിടന്നു. അപ്പുറത്തെ വീട്ടിലെ ഗിരിജയാണ് വല്ലതും വെച്ചുണ്ടാക്കിയൊക്കെ കൊണ്ടുത്തരുന്നത്. ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞാലും ചേച്ചിനെ കൊണ്ടൊന്നിനും മേലായിരുന്നു. അങ്ങനെ ഒന്ന് വീണാ പോലും തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇല്ല എന്റെ ദിവ്യടമ്മേ എനിക്ക്. എന്തു പറയാനാ, എന്റെ വിധി. യോഗമില്ല. ഞാൻ എന്റെ മകനെ എങ്ങനെ വളർത്തിയതാ. കല്യാണം കഴിഞ്ഞപ്പോ അവൻ അമ്മേനെ വേണ്ടാണ്ടായി. ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് എന്ത് കൊതിയുണ്ടെന്നറിയാവോ. അതുങ്ങള് വളർന്നതും ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണിച്ചിട്ടില്ല. എന്റെ ബിന്ദു, എന്ത് വിളിക്കുന്നതിലുള്ള അല്ല കാര്യം, എങ്ങനെ പെരുമാറുന്നുള്ളതിലാണ്. എന്റെ മകള് ജയനെ ആന്റിന്നായിരിക്കും വിളിക്കുന്നത്. പക്ഷെ ജയക്കൊരു ആവശ്യം വന്നാൽ അവൾ ആദ്യം ഓടിയെത്തും. മനസ്സിലായോ? ഇപ്പൊ എങ്ങനെ എവിടെ എന്ത് പെരുമാറണമെന്ന് ഞങ്ങൾ അവളെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളെ അധ്വാനിച്ചിട്ടാണ് അവള് ജീവിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ആരുടെ മുമ്പിൽ കൈ നീട്ടിട്ടോ ഒന്നുമല്ല. അതുമാത്രമല്ല, അവളെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഇത്രയാക്കി അച്ഛനെ വീട്ടിലിരുത്തി പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഓടിയെത്തും. അതുപോലെ തന്നെയാണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിലും. ഇതുവരെ ഞങ്ങളോടൊരു വഴക്കിനോ പിന്നെ ഞങ്ങളെ എതിർത്ത് സംസാരിക്കാനോ ഒന്നും അവള് നിന്നിട്ടില്ല. ആ സ്നേഹം പോരെ ഞങ്ങക്ക്. അല്ലാണ്ട് അമ്മേന്ന് വിളിച്ചിട്ട് ക്രൂരത കാണിച്ചിട്ട് എന്താ കാര്യം? ഇപ്പം ബിന്ദുവിന്റെ മരുമോളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവളെ കുറിച്ച് പറയാൻ ഒരു മോശം കാര്യങ്ങളും ഇല്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് അവള്. മനസ്സിലായോ? മറ്റുള്ളവരുടെ ഇഷ്ടം അനുസരിച്ച് എന്റെ മകള് ജീവിക്കണമെന്ന് ഞാൻ അവളോട് പറയാല. അവളുടെ ഇഷ്ടം അനുസരിച്ച് അവള് ജീവിക്കും. ബിന്ദു, ഞാനൊരു കാര്യം പറയാം. അവൾ എന്നെ ആന്റിന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിധ പ്രശ്നമില്ല. എന്നെ അവള് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ തമ്മിലൊരു വഴക്ക് പോലും ഇടേണ്ടി വന്നിട്ടുമില്ല. എനിക്ക് അതും മതി. ബിന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ എന്റെ മകളെ ഉപദേശിക്കാൻ ഇനി നിൽക്കണ്ട. അവളുടെ വായിന്ന് വല്ലതും കേട്ടിട്ട് പരാതി പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്.